ലോകത്തെ ഞെട്ടിച്ച വിധി. ബ്രെഡ് മോഷ്ടിച്ച 15 വയസ്സുകാരൻ. കോടതിയിൽ ഉള്ളവരെല്ലാം ഞെട്ടി. വെറും 15 വയസ്സുള്ള ഒരു പയ്യൻ കൈവിലങ്ങുകളുമായി കോടതിയിലേക്ക് ആനയിക്കപ്പെട്ടു. അവൻ വിറക്കുന്നുണ്ടായിരുന്നു. അവൻ ലജ്ജ കാരണം തലകുനിഞ്ഞാണ് നിന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ബ്രെഡും ചീസും മോഷ്ടിക്കുമ്പോൾ കൈയോടെ പിടികൂടി അറസ്റ്റ് ചെയ്തതാണ്. ഇവിടെ ഇന്ത്യയിൽ കുട്ടികൾക്ക് കൈവിലങ്ങ് വെക്കാറില്ല, പക്ഷേ അമേരിക്കയിൽ അത് ചെയ്യും. ജഡ്ജി ഗൗരവത്തോടെ ചോദിച്ചു, "നീ ഈ സാധനങ്ങൾ മോഷ്ടിച്ചോ?" "ഉവ്വ്," താഴ്ന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു. "അങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം?" "വേറെ നിവൃത്തിയില്ലായിരുന്നു," അവൻ വീണ്ടും താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. "അവ വാങ്ങിയാൽ പോരായിരുന്നോ?" "എനിക്ക് പണമില്ലായിരുന്നു." "നിന്റെ വീട്ടിൽ നിന്ന് പണം കിട്ടില്ലായിരുന്നോ? അവിടെ ചോദിക്കാൻ പാടില്ലായിരുന്നോ?" "എനിക്ക് അമ്മ മാത്രമേയുള്ളൂ. അമ്മക്ക് ജോലിയില്ല, അസുഖമായി കിടപ്പുമാണ്," തേങ്ങിക്കൊണ്ടവൻ പറഞ്ഞു. "ഈ ബ്രെഡും ചീസും അമ്മക്ക് വേണ്ടി എടുത്തതാണ്." കോടതിയിലുള്ളവരെല്ലാം നിശബ്ദരായി. "നിനക്ക് ജോലി ചെയ്യാമായിരുന്നല്ലോ." "ഞാൻ കാർ കഴുകാൻ പോകാറുണ്ട്, അതുകൊണ്ട് ചിലവുകൾ കുറേയൊക്കെ നടത്തും. ഇന്ന് പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല." "വേറെ വല്ലവരോടും ചോദിക്കാമായിരുന്നല്ലോ സഹായത്തിന്." "രാവിലെ മുതൽ ഭിക്ഷയാചിച്ചു, ഒന്നും കിട്ടിയില്ല." ജഡ്ജിക്ക് അറിയേണ്ടതൊക്കെ അറിഞ്ഞു. അദ്ദേഹം കസേരയിൽ ചാരിയിരുന്നു, കുറച്ച് ആലോചിച്ചു. എന്നിട്ട് വിധി. മോഷണം, പ്രത്യേകിച്ചു ഭക്ഷണ സാധനങ്ങളുടെ മോഷണം, വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇന്ന് ഇവിടെ ഈ കോടതിയിൽ ഉള്ളവരെല്ലാം, ഞാൻ ഉൾപ്പെടെ, ഈ കുറ്റത്തിന് കൂട്ടുപ്രതികളാണ്. എല്ലാവരും ഞെട്ടി. ജഡ്ജി തുടർന്നു, "ഇങ്ങനെ ഒരു കുട്ടിക്ക് അവൻ്റെ അവശയായ അമ്മയ്ക്കു വേണ്ടി ബ്രെഡ് മോഷ്ടിക്കണമെങ്കിൽ നാം എല്ലാവരും ആ തെറ്റ് സംഭവിക്കാൻ ഇടയാക്കിയവരാണ്. അവൻ്റെ മുന്നിൽ നാം എല്ലാവരും തോറ്റിരിക്കുന്നു. ഒരു സമൂഹത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കാൻ പാടുള്ളതല്ല." കോടതിയിൽ കനത്ത മൂകത. ജഡ്ജി തുടർന്നു, "അതിനാൽ ഈ കോടതിയിലുള്ള എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തർക്കും $10 വീതം പിഴയിടുന്നു. നമ്മുടെ ഈ പട്ടണത്തിൽ പട്ടിണി ഉണ്ടാക്കുവാൻ ഇടയാക്കിയതിന് എല്ലാവരും കുറ്റക്കാരാണ്. ഈ പിഴ ഒടുക്കിയ ശേഷമേ എല്ലാവരും ഈ കോടതി വിട്ടുപോകാൻ പാടുള്ളൂ." സ്വന്തം വിഹിതമായ $10 ജഡ്ജി മേശപ്പുറത്തു വെച്ചു. "കൂടാതെ ഈ കട ഉടമയ്ക്ക് $1000 പിഴയിടുന്നു." "എന്തിന്?" "ഈ വിശപ്പ് സഹിച്ച കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം അവനെ പോലീസിൽ ഏൽപ്പിച്ചതിന്. ഈ പിഴ 24 മണിക്കൂറിനകം അടച്ചില്ലെങ്കിൽ പോലീസ് ആ കട അടച്ചുപൂട്ടണം." കോടതിയിലുണ്ടായിരുന്ന എല്ലാവരും $10 വീതം കൊടുത്തു. കണ്ണീരണിഞ്ഞാണ് അവരെല്ലാവരും പുറത്തേക്ക് പോയത്. ഇതുപോലെ മനുഷ്യത്വം നിറഞ്ഞൊരു വിധി ഇതുവരെ അവരാരും കേട്ടിട്ടില്ല. ഈ കഥ യാഥാർത്ഥ്യമാണ്. ഇതിൽ മനുഷ്യത്വപരമായ മെസ്സേജുണ്ട്. നാം അധിവസിക്കുന്ന സമൂഹത്തിൽ, അല്ലെങ്കിൽ ചുറ്റുപാടിൽ ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ കണ്ടേക്കാം. അവരെയും നാം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. ഒരുപക്ഷെ അവർ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കാത്ത ഒന്നായിരിക്കാം അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. അതിൻ്റെ പ്രധാന കാരണം സമൂഹത്തിൽ അവർ ഒറ്റപ്പെടുമെന്ന ഒറ്റ കാരണം കൊണ്ടായിരിക്കാം. അതാണല്ലോ നമ്മുടെ ഇന്നത്തെ സമൂഹം. ഓരോരുത്തർക്കും സൗഭാഗ്യങ്ങൾ ദൈവം തരുന്നതാണ്. അത് മറ്റുള്ളവർക്ക് കൂടി പങ്കിടുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം ധന്യമാകുന്നത്. അല്ലാതെ പള്ളിയിൽ സംഭാവന കൊടുത്ത് 10 പേർ കേൾക്കാൻ വിളിച്ചു പറയുമ്പോഴല്ല.